ജിഷയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളുകൾ അത് അമീറിന്റെ സാമ്പിളുകളുമായി മാച്ചിങ് ആയിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സാർ അത് സംഭവിക്കുക? മാച്ചാക്കി തെളിവുകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഉണ്ടാക്കിയെന്ന് തെളിയിക്കേണ്ട ബാധ്യത അഭിഭാഷകന്റെ. ഒരു വക്കീൽ എന്ന നിലയിൽ അമീറിനോട് സംസാരിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പറ്റിയിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. പ്രതിയാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു, അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളെ പോലുള്ള ഒരാൾ 50ഓളം മുറിവ് ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. അവർ നല്ല തടിച്ച് പൊക്കമുള്ള സ്ത്രീയാണ്. ഒരാൾ നടന്നു പോണ കണ്ടു ഈ സമയത്ത് എന്നാ പറയണേ. അത് അമീറാണെന്നാണോ? ഇന്നങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കോടതിയിൽ. അത് പോലീസ് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുമല്ലോ. രേഖാചിത്രം വരപ്പിച്ചു, അത് അമീറിൻ്റെത് തന്നെയായിരുന്നു? അല്ലല്ല, അങ്ങനെ പറയുന്നില്ല. അതുമായിട്ട് ഷേപ്പ് ഉള്ളതെന്ന് പറയണുള്ളൂ. ഒരു തമേൻ്റെ അപ്പം എന്ന് ശ്രീലേഖ സാറ് പറഞ്ഞിട്ടുണ്ട്. അതൊരു തമേൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല, നമുക്കൊന്നും കാണിച്ചിട്ടില്ല, പോലീസ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ. അത് പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കണ്ടിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. താങ്കളും ഒരു മനുഷ്യനാണ്. ആ പ്രതിക്ക് വേണ്ടി ആദ്യം കോടതിയിൽ ഹാജരാകുമ്പോൾ മാനസികമായ ഒരു വിഷമം അഡ്വക്കേറ്റ് രാജൻ താങ്കൾക്കുണ്ടായിരുന്നില്ലേ? പക്ഷെ ഇയാൾ എന്തായാലും നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പെരുമ്പാവൂർ മുഴുവൻ ബ്ലോക്ക് ചെയ്തിരുന്നു ഒരു കാലത്ത് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ. പോലീസും അത് അത്രമാത്രമേ ഇടപെട്ടുള്ളൂ. ആദ്യ അന്വേഷണങ്ങൾ വളരെ മോശമായ രീതിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ആ ചെരുപ്പ് എന്ന് പറഞ്ഞത് മാറ്റി വലിയ ആളുടെ ഇടുന്ന ചെരുപ്പാണ്. പിന്നെ ഈ ചെരുപ്പായ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞു, ഇതിലൊക്കെ തെളിവുകൾ മാറ്റി. അമീറുൽ ഇസ്ലാമിന്റെ വിധി പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്രമാത്രം മുറിവ്, അത് മാത്രമല്ല അത് വായിക്കുമ്പോഴേ അറിയുള്ളൂ. ഈ ബോഡിയുടെ ഇതിൻ്റെ അകത്തിൽ കൂടെ ഇട്ടിട്ട് ആമാശയം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരാൾ എത്രമാത്രം പ്രതികാരദാഹത്തോടെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷയുടെ കൊലപാതകം അമീറുൽ ഇസ്ലാം പ്രതിയാണ് എന്ന കോടതി കണ്ടെത്തി. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു. എന്നാൽ സുപ്രീം കോടതി വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളുമായി ഇതേ കേസുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങൾ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ അമ്പിളി ഓമനക്കുട്ടൻ ജിഷയ്ക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയ ആക്ഷൻ കൗൺസിലിന്റെ നേതാവ്. എന്നാൽ അവർ ഇപ്പോൾ പറയുന്നു അമീറുൽ ഇസ്ലാം അല്ല പ്രതിയെന്ന. അതിന് പല കാരണങ്ങൾ അമ്പിളി ഓമനക്കുട്ടൻ നമ്മളുടെ ചാനലിലൂടെ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. പിന്നീട് ജിഷയുടെ അമ്മ രാജേശ്വരി. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് രാജനാണ്. അഡ്വക്കേറ്റ് രാജനാണ് ആദ്യമായി ജിഷ കൊലപാതകത്തിൽ അമീറുൽ ഇസ്ലാമിന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീൽ. എന്നാൽ നമ്മൾ പുറം ലോകം പറഞ്ഞത് അത് അഡ്വക്കേറ്റ് ആളൂരാണ് എന്നാണ്. ജിഷ കൊലപാതകത്തിന്റെ ചുരുളഴിയാത്ത കഥകൾ ഇനിയും ബാക്കിയാണ്. അഡ്വക്കേറ്റ് രാജൻ എങ്ങനെയാണ് ജിഷ കൊലപാതകത്തിൽ അമീറുൽ ഇസ്ലാമിന്റെ വക്കീലായി കോടതിയിലേക്ക് എത്തുന്നത്? അതായത് കുന്നത്തുനാട് ലീഗൽ സർവീസ് അതോറിറ്റി ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് എന്നെ അപ്പോയിൻ്റ് ചെയ്യാണ്. ഒരു സീനിയർ ലോയർ വേണം ഹാജരാവാൻ എന്ന് പറഞ്ഞതുകൊണ്ട് സീനിയറായിട്ടുള്ള എന്നെ കോടതി തന്നെ അപ്പോയിൻ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ സർക്കാർ തന്നെ വെച്ചത് കൊടുത്തതാണ്. സർ, കേരളക്കരയെ ആകെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ജിഷയുടേത്. നിയമവിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി അവളുടെ രഹസ്യ ഭാഗത്തിലൂടെ ഒരു മാരകായുധം കടത്തി ആമാശയം വരെ വലിച്ച് പുറത്തേക്കിടുന്ന തരത്തിലുള്ള ക്രൂരമായ ഒരു കൊലപാതകം. പ്രതി ഒരു അന്യസംസ്ഥാന തൊഴിലാളി. എന്തിൻ്റെ പേരിലായാലും താങ്കളും ഒരു മനുഷ്യനാണ്. ആ പ്രതിക്ക് വേണ്ടി ആദ്യം കോടതിയിൽ ഹാജരാകുമ്പോൾ മാനസികമായ ഒരു വിഷമം അഡ്വക്കേറ്റ് രാജൻ താങ്കൾക്കുണ്ടായിരുന്നില്ലേ? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിങ്ങനെ കേസ് ചെയ്യുന്ന ആളാണ്. ആർക്കെങ്കിലും വേണ്ടി ഹാജരാകുന്നത് പ്രത്യേകിച്ച് നല്ലൊരു പേര് ഇതുള്ളതാണ്. അന്നാണെങ്കിൽ എല്ലാ പേപ്പറുകളും സ്ഥിരമായി ഈ കേസേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരുന്നു. കാരണം പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് കൊണ്ട് ജഡ്ജി പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ, കുറുമ്പടി പോലീസ് എപ്പോഴും പറയായിരുന്നു എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ വന്നോളാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു. കാരണം ഇയാളെ പ്രതിയാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയില്ല. സാർ, ഈ കേസിൽ എന്തുകൊണ്ടാണ് പ്രതി നിരപരാധിയാണെന്ന് താങ്കൾക്ക് അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ പറ്റാതെ പോയത്? അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം മറ്റൊരു അഭിഭാഷകനാണ് ഈ കേസ് നടത്തിയത്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് കേസ് കുറ്റപത്രം വരുന്നതിന് മുമ്പേ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ പ്രതിയാക്കിയതാണ് പോലീസ്, ഇതിൽ തെളിവുകൾ വരും, കള്ളത്തെളിവുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വന്നെന്ന് എനിക്കെൻ്റെ വിശ്വാസം. കാരണം അതിന് പറ്റിയ ഒരാളല്ല. മറ്റേത് നല്ല ഫിസിക്കുള്ള നല്ല തടിച്ച് പൊക്കം കൂടിയൊരു സ്ത്രീയാണ്. ഇയാളൊക്കെ ഈ പ്രതിയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എത്ര. എൻ്റെ അത്രയേ ഉള്ളൂ. കോടതിയിൽ വരുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന് ഈ കേസിന്റെ വേളയിൽ എപ്പോഴെങ്കിലും പ്രതി അമീറുൽ ഇസ്ലാമിനെ ജയിലിൽ പോയി കാണുവാനോ സംസാരിക്കുവാനോ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് ജയിലിൽ ഞാൻ പെർമിഷൻ വാങ്ങിച്ചിരുന്നു. കോടതി എനിക്ക് പെർമിഷൻ തന്ന് ഞാൻ ഇവിടെ എറണാകുളത്ത് കാക്കനാടുള്ള ജയിലിൽ പോയി കണ്ടിരുന്നു, സംസാരിച്ചു.
പക്ഷെ അദ്ദേഹത്തിന് അപ്പം ഒന്നും പറയാൻ പറ്റില്ല, തുറന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യങ്ങളും. കാരണം പോലീസ് അവിടെ ജയിലിൻ്റെ അധികൃതരുണ്ടല്ലോ, അവരുടെ ക്യാമറയുടെ മുന്നിലാണ് എപ്പോഴും. അതുകൊണ്ട് എന്നോട് അങ്ങനെ കൂടുതലായിട്ടൊന്നും സംസാരിച്ചു. അല്ല, സാറാണ്, അഡ്വക്കേറ്റ് രാജനാണ് അമീറിന്റെ വക്കീലെന്ന് അമീറിന് അറിയാമായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് വക്കീലെന്ന് അയാൾക്കറിയാം. അയാളുടെ ചേട്ടന് ഞാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. കൊല്ലത്താണ് ചേട്ടൻ ജോലി ചെയ്യുന്നത്. അല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കണ്ടുകൊണ്ടിരുന്നു ചേട്ടൻ, ഇയാൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ അത്രയും നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു വക്കീൽ എന്ന നിലയിൽ അമീറിനോട് സംസാരിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പറ്റിയിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. അയാൾ പറയണ്ടേ, കാരണം മുഴുവൻ ജയിലുകാർ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് പറയില്ലല്ലോ, എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? അവിടെ പിന്നെയും അവിടെ ജയിലിൽ തന്നെയാണ് അകത്തേക്ക് പോണത്. പോലീസ് പിന്നെയും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടൊന്നും പറയില്ല. കോടതിയിൽ വെച്ചാണെങ്കിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. സർ, ഈ ഒരു കേസിന്റെ നാൾവഴികളിൽ ഒരു കുളിക്കടവിലുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രതികാരത്തിന് വേണ്ടി ഈ കൊലപാതകം നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. പ്രതിയുടെ ചെരുപ്പ് ലഭിക്കുന്നു, ആ ചെരുപ്പ് തൂക്കിയിട്ട് പോലീസ് കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ, ഈ ചെരുപ്പിന്റെ കഥയാകട്ടെ, കനാലിലൂടെ ഇറങ്ങി നടന്ന കഥയാകട്ടെ, കുളിക്കടവിലെ ഈ വഴക്കാകട്ടെ, ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? അതിനൊരു കാരണം വേണ്ടേ? ഒരു മർഡറാണെങ്കിലും അത് ചെയ്യുന്നതിനൊരു കാരണമാണ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്നതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ പോലും ഇയാളെ പോലുള്ള ഒരാൾ 50ഓളം മുറിവ് ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർ നല്ല തടിച്ച് പൊക്കമുള്ള സ്ത്രീയാണ്. അവരുടെ ഫിസിക്കലി പറഞ്ഞിട്ടുണ്ട്, തടിച്ച് നല്ല ഇതാണ്. അവരുടെ മുന്നിലാണ് ഇയാൾ കാണിച്ചു എന്ന് പറയുന്നത്. സർ, ഈ ദൃക്സാക്ഷി എന്ന് പറയുന്നത് സാക്ഷിയല്ല, ഇയാൾ പോകുന്ന കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൊട്ടടുത്ത വീട്ടിലുള്ള ചേച്ചി ഒരാൾ നടന്നു പോണ കണ്ടു ഈ സമയത്ത് എന്നാ പറയണേ. അത് അമീർ ആണെന്നാണോ? ഇന്ന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതായിട്ടുണ്ട് കോടതിയിൽ. അത് പോലീസ് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുമല്ലോ. നോക്കൂ, ഈ പ്രതിയെ കണ്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ടൊരു രേഖാചിത്രം വരപ്പിച്ചിരുന്നു. അത് അമീറിൻ്റെത് തന്നെ ആയിരുന്നു? അല്ല, അങ്ങനെ പറയുന്നില്ല. അതുമായിട്ട് ഷേപ്പ് ഉള്ളതെന്നേ പറയണുള്ളൂ. ഒരു തമിഴിൻ്റെ അപ്പം അന്ന് ശ്രീലേഖ സാറ് പറഞ്ഞിട്ടുണ്ട്, അതൊരു തമിഴിൻ്റെ പോലെയാണ് ഇരിക്കണതെന്ന്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല, നമുക്കൊന്നും കാണിച്ചിട്ടില്ല, പോലീസ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ. അത് പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കണ്ടിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞാണ് പത്രത്തിലൊക്കെ വന്നത്. പക്ഷെ ഇയാൾ എന്തായാലും നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സർ, ഈ DNA പരിശോധനയിലുണ്ടായ അപാകതകളുണ്ട്. നോക്കൂ, നമ്മളുടെയൊക്കെ അറിവ് വെച്ച് ഒരിക്കലും DNA മാറ്റം ചെയ്യാൻ സാധിക്കില്ല. ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ് എന്ന് പറയുന്നത് അമീറിന്റെ DNA പരിശോധനയിൽ ഈ ജിഷയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളുകൾ, അത് അമീറിന്റെ സാമ്പിളുകളുമായി മാച്ചിങ് ആയിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സാർ അത് സംഭവിക്കുക? മാച്ചാക്കി. അവിടെ ഞാൻ പറയണത് തെളിവുകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഉണ്ടാക്കിയെന്ന് തെളിയിക്കേണ്ട ബാധ്യത അഭിഭാഷകൻ്റെതാണ്. സാർ, അതെങ്ങനെ സാധിക്കുമെന്നാണ് പറയുന്നത്? അങ്ങനെ നമുക്കൊരു വലിയ സ്വാധീനം നടത്താൻ സാധിക്കുമോ, അതും അമീറിനെ പോലൊരു കൂലിത്തൊഴിലാളിയായ ഒരു സാധാരണക്കാരന്? സ്വാധീനമൊക്കെ നമ്മളൊക്കെ സർക്കാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വിചാരിച്ചാൽ പലതും നടക്കും. കാരണം ഇങ്ങനെ ഒരു കേസാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്. അത് രാഷ്ട്രീയം തന്നെ അതിൽ ഒരുപാട് ഉണ്ടായിരുന്നു. പെരുമ്പാവൂർ മുഴുവൻ ബ്ലോക്ക് ചെയ്തിരുന്നു ഒരു കാലത്ത് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ. കേസ് പ്രതിയെ കണ്ടുപിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് പെരുമ്പാവൂർ ബ്ലോക്കായിരുന്നു ഇടയ്ക്ക്. ഒരു പാർട്ടിയുടെ യൂത്ത് വിങ് കംപ്ലീറ്റ് കസേരയിട്ട് അല്ലേ, അത് ബ്ലോക്കായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇതുള്ള നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രതിയെ പിടിക്കേണ്ട അവസ്ഥ. ഇവർ വന്നു, ഭരണത്തിൽ വന്നപ്പോൾ അവർ അത്യാവശ്യമാണ്. അത് ഏറ്റവും മെയിൻ ആയിരുന്നു. അതിനൊരു ഈ കേരളത്തിലെ ഇലക്ഷനിൽ അത് പ്രധാന ഇതായി മാറിയത്. ഈ കേസിന്റെ ഘട്ടങ്ങളിൽ പലയിടത്തും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ആ രാഷ്ട്രീയ നേതാവിന് ഈ കേസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ഒരു സൃഷ്ടി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനുള്ള തെളിവുകളൊന്നും ഇതിലില്ല. ആകെ രാജേശ്വരിയുടെ മൊഴിയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ അമ്മ എന്ന് പറയുന്നവരുടെ 161 സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ പോലീസിന് കൊടുത്ത ഒരു മൊഴിയിൽ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട് ഈ അദ്ദേഹത്തെക്കുറിച്ച്. അത് മാത്രമേ അതിലുള്ളൂ. അല്ലാതെ മറ്റതൊക്കെ മറ്റു പത്രക്കാരും ആളുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലാതെ അതിലേക്ക് വരാനില്ല. ജിഷ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഇത്രയും ക്രൂരമായ ഒരു മരണം, ഒരു കൊലപാതകം സംഭവിക്കും. ആ കേസിന് അല്ലെങ്കിൽ ആ മരണപ്പെട്ട പെൺകുട്ടിക്ക് അർഹമായൊരു പരിഗണന അവളുടെ ആത്മാവിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അർഹമായ പരിഗണന എവിടെയെങ്കിലും ലഭിച്ചതായി തോന്നിയിട്ടുണ്ടോ? അവിടെയും പ്രശ്നങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഇലക്ഷനായിരുന്നു. ഇതിനെക്കുറിച്ച് ആരും അത് നോക്കിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ ഇത്രയും പൊക്കി കൊണ്ടുവന്നത്. അതിനെ ഒരു രാഷ്ട്രീയമാക്കാൻ പറ്റി. പോലീസും അതിൽ അത്രമാത്രമേ ഇടപെട്ടുള്ളൂ. ആദ്യ അന്വേഷണങ്ങൾ വളരെ മോശമായ രീതിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ആ ചെരുപ്പ് എന്ന് പറഞ്ഞത് മാറ്റി വലിയ ആളിടുന്ന ചെരുപ്പാണ്. അത് പിന്നെ ഈ ചെരുപ്പായി എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞു, ഇതിലൊക്കെ തെളിവുകൾ മാറ്റിയിട്ടുണ്ട്. എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനും. അങ്ങനെ വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്.
സർ, അപ്പോൾ ഈ അമീറിന്റെ കുടുംബം ഇപ്പോൾ എവിടെയാണ്? താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ? അത് അമീറിൻ്റെ കുടുംബം ഇവിടെ, അമീറിൻ്റെ ചേട്ടനുമായി ഞാൻ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം മലയാളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് എന്നെ വന്ന് കാണാറുണ്ട്. അത് മാത്രമേ എനിക്കറിയുള്ളൂ, ചേട്ടൻ. പക്ഷെ അന്ന് ഒരുപാട് കഥകളൊക്കെ പറയണ്ട. അത് വല്ലത്തി ഒന്ന് വീട്ടിൽ ചെന്നു, അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അതൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. ചേട്ടൻ പറയുന്നതല്ലാതെ ഒന്നുമില്ല. അന്ന് ആരെയോ അടിച്ചിട്ട് വന്നതാണെന്നൊക്കെ പറയണു. അങ്ങനെ പറയലും മാത്രമേ ഉള്ളൂ. ഇയാൾ അതല്ലേ പറഞ്ഞ് എനിക്ക് പ്രതിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഈ തെളിവുകൾ മാത്രമേ, ഇതിൽ വന്നിരിക്കുന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. സാർ കേസ് വാദിക്കാൻ വേണ്ടി അമീറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു. പിന്നാലെയാണ് ആളൂരിന്റെ ഒരു എൻട്രി. ആളൂരിന് താങ്കൾക്ക് പ്രതിയെ ജയിലിൽ പോയി കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ആളൂരിന് ജയിലിൽ പോയി പ്രതിയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സും പലതവണ പോയി കണ്ടിട്ടുണ്ട്. എനിക്കില്ലാത്തൊരു അധികാരമാണ് പലർക്കും പോയത്. കാരണം അതെനിക്കായിരുന്നു വേണ്ടത്. ഞാൻ എന്നെ കാണിക്കാറില്ല. അപ്പോൾ ഇത് ഇവർ പോകുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് എന്തായാലും എന്താണ് നടന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു സിമ്പിൾ ചോദ്യമാണ്, അമീറുൽ ഇസ്ലാമിന്റെ വിധി ഇനി എന്താണ്? അല്ല, 2 കോടതികൾ അതിനെ, ഒരു കോടതി വിധിച്ചു. ആ കോടതിയുടെ ഉത്തരവ് കറക്റ്റാണ് എന്ന് പറഞ്ഞു. അതിൽ മാറ്റം വരേണ്ട കാര്യമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഈ 2 കോടതികളുടെ വിധിയാണ് സുപ്രീം കോടതി ഒന്ന് നോക്കുള്ളൂ. അതിലൊക്കെ ഇടപെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, കണ്ടിട്ടില്ല. അത് അത്രമാത്രം അയാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഈ പ്രതിയുടെ പ്രായം ചെറിയ പ്രായമാണ്. പ്രതിയുടെ പ്രായം ശിക്ഷയിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു ഇളവ് ലഭിക്കാൻ കാരണമായി വരാൻ സാധ്യതയുണ്ട് സാർ? അതൊന്നും വരില്ല. കാരണം അത്ര സീരിയസ് ക്രൈമാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്രമാത്രം മുറിവ്, അത് മാത്രമല്ല, അത് വായിക്കുമ്പോഴേ അറിയുള്ളൂ. ഈ ബോഡിയുടെ ഇതിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് ആമാശയം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരാൾ എത്രമാത്രം പ്രതികാരദാഹത്തോടെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആമാശയെ ഈ മൂത്രമൊഴിക്കുന്ന ഭാഗത്തൂടെ പുറത്തു കൊണ്ടുവരിക, അതൊരു കമ്പിയിട്ട് വലിച്ചിട്ടിക്കണ പോലെയാണ് കണ്ടത് മാസ്റ്റർ കാണിക്കുന്നത്. ബോഡി ഇതിൽ 56 പരിക്കുകൾ, ഇത്രമാത്രം പരിക്കേറ്റ ഒരു സ്ത്രീയാണ്. അത് അത്രമാത്രം ക്രൂരമായിട്ട് തന്നെ കാണുള്ളൂ. കാരണം അതിനൊരു കാരണം വേണം. റേപ്പ് ഉൾപ്പെടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, ബലാത്സംഗം ഉൾപ്പെടെ. അത് അതിനെ അങ്ങനെ കാണുള്ളൂ കോടതികൾ. ഈ ജിഷ താങ്കളുടെ നാട്ടുകാരിയാണ്, ഇതിനടുത്താണ് ജിഷയുടെ വീട്. ഈ ജിഷയെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എനിക്കറിയില്ല. എൻ്റെ നാട്ടുകാരിയാണ് കാര്യം, എൻ്റെ തൊട്ടപ്പുറത്താണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. പക്ഷെ അവിടേക്ക് കുറച്ച് ആളുകൾക്കാർക്കും പ്രവേശനം ഉണ്ടായില്ല. ആ ഭാഗത്തേക്കേ വിടില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. അമീറിന് തൂക്കുകയർ ലഭിക്കുമോ? സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ശിക്ഷ ശരിവെക്കുമോ? ഞാൻ അതാണ് പറഞ്ഞത്, 2 കോടതികൾ, ട്രയൽ കോടതിയും പിന്നെ അപ്പീൽ കോടതിയും ഒരു കേസിൽ ശിക്ഷ ശരിവെച്ചപ്പോൾ സുപ്രീം കോടതി അത് അങ്ങനെ കാണുള്ളൂ. അതല്ലെങ്കിൽ അത്രമാത്രം പോയിൻറ്റ്സ് വേണം സുപ്രീം കോടതി ഇടപെടണമെങ്കിൽ. കാരണം ഇതിൽ അന്ന് പത്രങ്ങളിലൂടെ ഇത് തന്നെയായിരുന്നല്ലോ, ദിവസവും പത്രങ്ങളിലൂടെ ഇതല്ലേ. ശിക്ഷ വാങ്ങിച്ചേ പറ്റുള്ളൂ. ശിക്ഷ വാങ്ങിച്ചില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാം മോശക്കാരാവില്ലേ. അപ്പോൾ അത് ADGP നേരിട്ട് ബന്ധപ്പെട്ടതാണ്. സന്ധ്യ സാർ എപ്പോഴും ഇതിൻ്റെ പിറകണ്ടായിരുന്നു. സന്ധ്യ സാറാണ് എല്ലാത്തിലും ഈ ചാനലുകൾക്ക് മുന്നിൽ എപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അതൊക്കെ വളരെ മോശമാവില്ലേ. ശ്രീ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ചില അപാകതകളുണ്ട് എന്ന് പല കോണുകളിൽ നിന്ന് ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്നും അതാ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചകളൊക്കെ പുറത്തെടുത്ത് കാണിക്കാനുള്ള ഒരു സംവിധാനം വന്നില്ല എന്നുള്ളതാണ്. ആ തെളിവുകൾ അങ്ങടെ മൂടിപ്പോയി. അതിന് ശക്തമായ തെളിവുകൾ ഉണ്ടാക്കിയെടുത്തു. ഇദ്ദേഹത്തിൻ്റെ DNA എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ജിഷയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. ഇതെങ്ങനെ അതിൽ വരുത്തി എന്നുള്ളത് മനസ്സിലായില്ല. അത് രാജീവ് ഗാന്ധി അവിടെ നിന്നാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത്. അതിനൊക്കെ എനിക്ക് മറ്റേ ജോർജ് ജോസഫ് സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഇതല്ല എന്ന് എനിക്ക് പറഞ്ഞത്. അതുപോലെ ബോഡി മാർബിളിങ് അതിനെക്കുറിച്ചൊക്കെ അതൊന്നും എനിക്കറിയില്ല എന്താണ് എവിഡൻസിൽ വന്നതെന്ന്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിലും സംശയം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങളിലും അത് ഒപ്പിട്ട് കൊടുത്തതിലും ഇതിലൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. ഈ ബോഡി മരിച്ചു എന്ന് പറയുന്ന അന്ന് തന്നെ പെട്ടെന്ന് അമ്മ പോലും കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അമ്മയെ ഹോസ്പിറ്റലിലാക്കിയൊക്കെയായിരുന്നു. അതിനുശേഷം ബോഡി മലമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ദഹിപ്പിച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്. എന്തായാലും ജിഷ കൊലപാതകത്തിന്റെ ചുരുളുകൾ ഇനിയും അഴിയുവാനുണ്ട്. പ്രതി അമീറുൽ ഇസ്ലാം അല്ല എന്ന് ഒരു കൂട്ടം വലിയ ജനത വിശ്വസിക്കുന്നു. എന്താണ് യഥാർത്ഥ സത്യം? ഞങ്ങൾ വീണ്ടും വരും.